ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊരു ഓപ്ഷൻ. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പലർക്കും ഇപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ട സ്ഥലം, അതായത് നിങ്ങൾ YT സ്റ്റുഡിയോയിൽ പോവുക, ഏൺസ് എന്നുള്ള ഭാഗം ടച്ച് ചെയ്യുക, മുകളിലേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് കാണാം. എന്നാൽ ഇപ്പോൾ പലർക്കും അത് കാണുന്നില്ല. ഇനി ഞങ്ങൾ എവിടെ പോയിട്ടാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എവിടെയാണ് ഇനി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. ഇനി അഥവാ അവിടെ തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ ജസ്റ്റ് അതിൽ നിന്ന് ഞെക്കുക. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ ചോദിക്കും. ആ മൊബൈൽ നമ്പർ അവിടെ അടിച്ചു കൊടുത്താൽ അതിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ക്ലിയർ ആയി. ഇത്രയേ ഉള്ളൂ. ഇത് എവിടെ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കൂടുതൽ വലിച്ചു നീട്ടാതെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിളിൽ പോവുക. ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ജിമെയിലിൽ പോവുക. ജിമെയിലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അടുത്ത ഓപ്ഷൻ നിങ്ങൾ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അതിനുശേഷം മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഗൂഗിൾ സെക്കൻഡ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ വിശദമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്ന് ജസ്റ്റ് കാണാം. സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം? നിങ്ങളിൽ പലർക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ YT സ്റ്റുഡിയോയിൽ നിങ്ങളിങ്ങനെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ അവിടെ ഏൺ എന്നുള്ള ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ YT സ്റ്റുഡിയോ നിങ്ങളിവിടെ ഓപ്പൺ ചെയ്തെന്ന് കരുതുക. ഇവിടെ ഏൺസ് ഞെക്കിയാൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ കാണാത്തവർ പലരും ഉണ്ടാവും. ഇവിടെ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് വെരിഫിക്കേഷൻ എന്ന് കാണുക. ഇവിടെ കാണാത്തവർ എന്ത് ചെയ്യും? അവർ അത് അന്വേഷണത്തിലായിരിക്കും ഇത് എവിടെയാണ് എന്നുള്ളത്. അവർക്ക് എവിടെയാണ് നിങ്ങളിനി പോയി നിങ്ങളുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എവിടെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത്. നിങ്ങൾ എടുക്കേണ്ടത് ആദ്യമായിട്ട് എവിടെ എടുക്കണം എന്നറിയാം. ജിമെയിൽ ID എടുക്കുക. ജിമെയിൽ ID എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ID ഇവിടെ ഉണ്ടാകും. അത് ഓപ്പൺ ചെയ്യുക. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് എടുക്കുക. അതെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. കാണുന്നില്ലേ? ഇവിടെ നിങ്ങൾ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ കാണും നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇത് ഓപ്പൺ ആണ്. ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ 92 നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി എൻ്റെത് ഓക്കെ ആണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇവിടെ ഓക്കെ ഇങ്ങനെയായിരിക്കും. ഇത് നിങ്ങളിവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ റിസീവ് കോഡ് ബൈ ടെക്സ്റ്റ് മെസ്സേജ് നോക്കി അടിച്ച് ഇവിടെ ഇന്ത്യ എന്ന് എടുക്കുക. ഓക്കെ, ഞാൻ ABCDEFG ഇന്ത്യ എന്നെടുത്ത് നിങ്ങളുടെ നമ്പർ 9966291287 എന്നിട്ട് നെക്സ്റ്റ് എന്നടിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഇത് ഓക്കെ ആവും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എവിടെയാണ് എന്ന് കൊടുക്കുന്നത്. ഇത് 2 ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. വേറെ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്തവരെല്ലാം ചെയ്ത് വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ ഹാക്കായി പോയാൽ, നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെട്ടു പോയാൽ, അറിയാതെ ഡിലീറ്റ് ആയി പോയാൽ, എങ്ങനെയായാലും നിങ്ങളുടെ ചാനൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് ഈ ഒരു നമ്പർ കൊണ്ട് നിങ്ങൾക്ക് ആ ചാനൽ തിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു കിടിലൻ വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.